നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് SFIO. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് SFIO. ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. 2 ആഴ്ചയ്ക്കകം കേസിലെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അന്ത്യചുംബനം നൽകാൻ ഉപ്പ പറന്നെത്തി. അബ്ദുൾ ജബ്ബാറിനെ കാണാൻ കണ്ണൂരിലെ വീട്ടിൽ ജനസാഗരം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ മാട്ടൂൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നാട്ടുകാരും ബന്ധുക്കളും കൂടെ പഠിച്ചവരുമായി വൻ ജനാവലിയാണ് വീട്ടിലെത്തിയിരിക്കുന്നത്. വിദേശത്തായിരുന്ന ഉപ്പ മകനെ അവസാനമായി കാണാൻ വീട്ടിലെത്തി. പിതാവ് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്ന അബ്ദുൾ ജബ്ബാർ കോച്ചിങ് ക്ലാസ്സുകളിലൊന്നും പോകാതെയാണ് മെഡിക്കൽ സീറ്റ് നേടിയത്. വീട്ടിൽ അരമണിക്കൂർ നേരം കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും കാണാൻ സൗകര്യമൊരുക്കി. അതിനുശേഷം മാട്ടൂൽ വേദാംബർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടന്നു. പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തപ്പോൾ മർദ്ദനം. ഭാര്യയുടെ പരാതിയിൽ ബിപിൻ സി ബാബുവിനെതിരെ കേസ്. CPM വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ സി ബാബുവിനെതിരെ കേസ്. ഭാര്യ നൽകിയ സ്ത്രീധന പീഡന പരാതിയിൽ കായംകുളം കരിയിലക്കുളങ്ങര പോലീസാണ് കേസെടുത്തത്. CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ അമ്മ പ്രസന്നകുമാരി കേസിൽ 2ാം പ്രതിയാണ്. ബിപിൻ സി ബാബുവിന്റെ ഭാര്യയും മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവും DYFI നേതാവുമായ മിനിസ ജബ്ബാറാണ് പരാതി നൽകിയത്. 10 ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങി. കൂടുതൽ സ്ത്രീധനം ചോദിച്ച് ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി, ശാരീരിക പീഡനം തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. കൂടാതെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിനും ബിപിൻ മർദ്ദിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. SFIയുടെ പ്രവർത്തനത്തിന് പോയില്ല. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. അമൽചന്ദ്, മിഥുൻ, വിദൂദേൻ, അലൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മുഹമ്മദ് അനസ് എന്ന 2ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കേസ്. ക്യാമ്പസിനുള്ളിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. SFIയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തതിനാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കൊല്ലത്ത് കാറിൽ പോയ യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഒരാൾ മരണപ്പെട്ടു. ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. കൊട്ടിയം തഴുത്തല സ്വദേശി അനില മരിച്ചു. യുവതിയുടെ ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊള്ളലേറ്റ സോണി എന്ന യുവാവിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 9 മണിയോടെയാണ് സംഭവം. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്.